ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃധോ പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം ക്രതുശ്ച യജതാം ഭർത്താവരജ്യോതിഷം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുച്ചാനേകധായ ശ്രുതൗ വാചം നസ്തദധാതു നൈകകിരണത്രൈലോക്യ ദീപോ രവി. ഓം ആദിത്യായ നമഃ ആദിത്യായ നമഃ ആദിത്യായ നമഃ. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പുതുവർഷം മലയാളിക്ക് ആരംഭിക്കുകയാണ്. 1200 ആണ്ട് 1199 കർക്കിടക മാസം 32 2024 ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച രാത്രി 7:40 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചിങ്ങം മലയാളിക്ക് പുതുവർഷമാകുന്നു. വറുതിയുള്ള കർക്കിടകത്തിൽ നിന്നും ഒരു മോചനമാണ്, പ്രത്യാശയാകുന്നു സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം. ധാരാളം പ്രാധാന്യങ്ങൾ ചിങ്ങമാസത്തിനുണ്ട്. ഇത് കർഷക ദിനമായി ഇന്ന് കേരള സർക്കാർ ചിങ്ങം 1 വർഷങ്ങളായി ആചരിച്ചു വരുന്നു. ചിങ്ങം സമൃദ്ധിയുടെ പ്രത്യാശയുടെ മാസമാകുന്നു. ചിങ്ങമാസത്തിലെ വിശേഷ ദിനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സുപരിചിതമാണ്. ചിങ്ങമാസത്തിലാണ് പൊന്നോണം, തിരുവോണം വരുന്നത്. ശ്രീകൃഷ്ണ ജയന്തി, അഷ്ടമി രോഹിണി വരുന്നത് ചിങ്ങമാസത്തിലാണ്. ശ്രീനാരായണ ഗുരു ജയന്തിയും ചട്ടമ്പിസ്വാമി ജയന്തിയും അയ്യങ്കാളി ജയന്തിയും വരുന്നത് ചിങ്ങമാസത്തിലാണ്. ധാരാളം പ്രത്യേകതകൾ ചിങ്ങമാസത്തിനുണ്ട്. കാരണം ചിങ്ങമാസത്തിലാണ് നാം കാർഷികമായ പ്രവൃത്തികൾ ആരംഭിച്ച് അത് മേടത്തിലേക്ക് വിഷുവെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഋതുക്കളിൽ വർഷ ഋതു ആണെങ്കിലും കർക്കിടക മാസത്തെ പോലെ ആ ഘോരമായ മഴയിൽ നിന്നും ചിങ്ങമാസത്തിന് മോചനം ലഭിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ ആദിത്യൻ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം നാം പറഞ്ഞു. ചിങ്ങം രാശിക്ക് ധാരാളം പ്രത്യേകതകൾ സൂര്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ചിങ്ങം രാശിയാകുന്നു. സിംഹേ വിംശതിരാദിത എന്നാണ് സൂര്യൻ്റെ മൂലക്ഷേത്ര ബലം പറഞ്ഞിരിക്കുന്നത്. ചിങ്ങമാസം 20 വരെ സൂര്യന് ബലമുള്ള രാശിയാകുന്നു ചിങ്ങം രാശി. എന്തുകൊണ്ടാണ് സൂര്യന് ഇത്ര പ്രഭാവമെന്ന് നാം മനസ്സിലാക്കണം. നവഗ്രഹത്തിൽ ആത്മപ്രഭാവവും വ്യക്തിത്വവും പൗരുഷവും പിതാവിനെയും ശിവനെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. താതശ്ച ആത്മപ്രഭാവ, ഒരു വ്യക്തിയുടെ പ്രഭാവമാകുന്നു സൂര്യൻ. നമ്മുടെ ഓറയിൽ, ശരീരത്തിൻ്റെ ആധാരങ്ങളിൽ ആധാരെ പ്രഥമം സഹസ്രകിരണം, മൂലാധാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നിങ്ങളുടെ ബാലൻസിനെ പ്രതിനിധാനം ചെയ്യുന്നു സൂര്യൻ. ഭൂമിയുമായി ബന്ധപ്പെടുന്ന ഗുരുത്വാകർഷണത്തെ സൂര്യൻ പ്രതിനിധാനം ചെയ്യുന്നു. സൂര്യനാണ് സകല ചരാചരങ്ങൾക്കും പ്രകാശം കൊടുത്ത് ഈ ജീവജാലങ്ങളുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നത്. സൂര്യനില്ലാത്ത ഒരു ദിനം ലോകർക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. സൂര്യനില്ലെങ്കിൽ സമസ്ത ജീവജാലങ്ങളും പ്രകൃതിയും ഒന്നും ഉണ്ടാവുകയില്ലെന്ന് നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് സൂര്യൻ്റെ കാരകധർമ്മം കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ആത്മാവ്, പിതാവ്, രാജാവ്, രാജസേവ, ധൈര്യം, ശൗര്യം, ക്രൂരത, സദസ്സിൽ വിജയം, അധികാരത്തോടുള്ള ഭ്രമങ്ങൾ, ഉത്സാഹം, പ്രശസ്തി, ഔന്നത്യം, ആത്മികമായ കർമ്മങ്ങൾ, ഉയർന്ന ദേശങ്ങൾ, പർവ്വതം മുതലായ ഉയർന്ന ദേശങ്ങൾ, വനസഞ്ചാരങ്ങൾ, കൃഷി ചെയ്യുക, വാഹനങ്ങൾ, നാൽക്കാലികൾ, കഠിന വൃക്ഷങ്ങൾ, കൂവളം, ഹോമം, ശിവനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, മാനവ വിഭവശേഷി, നഖം, നമ്മുടെ ത്വക്ക്, ചർമ്മം, ചെമ്പ്, സ്വർണം, ഇതുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ, രത്നങ്ങളിൽ മാണിക്യം, ഋതുക്കളിൽ വസന്തർത്തു, ശാരീരികമായി ഹൃദയം, അസ്ഥി, ഉദരരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, പൈൽസ്, ധാന്യങ്ങളിൽ ഗോതമ്പ്, ഇതൊക്കെ സൂര്യനുമായി ബന്ധപ്പെടുന്ന
കാരക ധർമ്മങ്ങളാകുന്നു. ഇവിടെ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി പ്രവേശിക്കുന്നു. നാം ഓരോ രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. മീനം രാശിക്കാർക്ക് ഇന്ന് സൂര്യൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. 6-ാം ഭാവം ശത്രുഗ്രഹങ്ങൾക്ക് ഏറ്റവും ശക്തമായ സാന്നിധ്യം അറിയിക്കുന്ന ഭാവമാകുന്നു. ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതേ, ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് 6 നിൽക്കുന്ന പാപഗ്രഹത്തിൻ്റെ ഫലം. ഇവിടെ സൂര്യൻ പാപഗ്രഹമാണ്, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. 45 ഡിഗ്രി ബലമാണ് ചിങ്ങമാസം 20-ാം തീയതി വരെ ഈ ഗ്രഹത്തിന്. അതിനാൽ ഈ 6-ലെ സൂര്യൻ മീനൻ രാശിക്കാർക്ക് വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ്. രിപുധ്വംസകൃത് ഭാസ്കരോ യഷ്യഷഷ്ഠേ തനോദിവ്യയം രാജതോ മിത്രതോ വ കുലേ മാതുരാപ ചതുഷ്പാദയോ വ പ്രയാണേ നിഷാദേ വിഷാദം ലഭേത. രിപുധ്വംസകൃത്ത്, രിപൂൻ ധ്വംസയതി, ശത്രുക്കളെ നശിപ്പിക്കുന്നു 6-ലെ സൂര്യൻ. രാജതോ മിത്രതോ വ, സുഹൃത്തുക്കൾ മൂലവും രാജാവ് സർക്കാർ മൂലവും തനിക്ക് ധാരാളം കാശ് ചെലവഴിക്കേണ്ടി വരുന്നു. തൻ്റെ അമ്മയുടെ തറവാട്ടിൽ വെച്ച് അല്ലെ മാതൃഗൃഹത്തിൽ വെച്ച് തൻ്റെ ഗൃഹത്തിൽ വെച്ചിട്ട് നാൽക്കാലികളെ കൊണ്ട്, പശു മുതലായ നാൽക്കാലികളെ കൊണ്ടും, ഇന്ന് നാൽക്കാലികൾ വാഹനങ്ങളാണ്, ഈ വാഹനങ്ങളെ കൊണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നു. വഴിയിൽ വെച്ച് കാട്ടാളരാൽ, നിഷാദരാൽ, ദുഷ്ടന്മാരാൽ ആക്രമിക്കപ്പെടുന്നു. അതിനാൽ രാത്രിയാത്ര ഒക്കെ മീനം രാശിക്കാർ ഒഴിവാക്കുക. ഈ ഒരു മാസക്കാലം തനിക്കൊരു വലിയ പ്രഭാവം പ്രദാനം ചെയ്യും ഈ 6-ലെ സൂര്യൻ. ഇവിടെ മീനം രാശിക്കാർക്ക് പ്രായണ ദുർബലമാണ്. അവരുടെ രാശ്യധിപനായ വ്യാഴം 3-ൽ. പക്ഷെ അവിടെ ചൊവ്വയുടെ സംയോഗത്തോടുകൂടി വ്യാഴത്തിന് ഇന്ന് ഒരു ബലമുണ്ട്. ആ ബലത്തിന് ഒരു ആധിക്യം കൊടുക്കുന്നു 6-ലെ സൂര്യൻ. അതിനാൽ പല കാര്യങ്ങളിലും തൻ്റെ ആത്മപ്രഭാവത്തെ, പൗരുഷത്തെ, വ്യക്തിത്വത്തെ ജ്വലിപ്പിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങളിൽ ഇറങ്ങി സജീവമാവുക. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല. ശാരീരികമായി നടുവേദന വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാതെ നോക്കുക. പല സൗഹൃദങ്ങളും അനാവശ്യമായി പെട്ടെന്ന് പ്രയാസങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ ശത്രുവിനെ നശിപ്പിക്കും ആദിത്യൻ. ഒരിക്കലും തൻ്റെ സുഹൃത്തിനെ ഈ സമയത്ത് ശത്രുവാക്കരുത്. അത് ശത്രുനാശമല്ല, തന്നോട് എതിരേൽക്കാൻ വരുന്ന ശത്രുവിനെ നിങ്ങൾ നശിപ്പിക്കുക. അല്ലാതെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്ന മാസമാകുന്നു. സൗഹൃദത്തെ ഊട്ടി ഉറപ്പിക്കുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര വഴിപാടായി സമർപ്പിച്ച് ഈ ഒരു മാസക്കാലത്തെ നന്നായി ശ്രദ്ധിച്ച് നീങ്ങിയാൽ മീനം രാശിക്കാർക്ക് ഈ ചിങ്ങമാസം അനുകൂലമായ ശുഭഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. എല്ലാ മീനം രാശിക്കാർക്കും ഒരു ശോഭനമായ ഒരു മാസക്കാലം നേരുന്നു. നന്ദി, നമസ്കാരം.